ദേവാസുദേവായ. നമ്മള് കാളിയമർദ്ദനം കഥ പറയാമെന്നാ പറഞ്ഞത്. ഇന്നലെ നമ്മൾ വൈകിട്ട് സമയം കിട്ടിയില്ല. അപ്പം ഇപ്പോഴും നമ്മുടെ സമയം ആയിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് നമുക്കുള്ളൂ. അപ്പൊ ആ ഒരു 15 മിനിറ്റ് കൊണ്ട് കഥയുടെ പൊരുള് ഞാനൊന്ന് ചുരുക്കി പറയും. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. കഥയല്ല നിങ്ങൾക്ക് അറിയാവുന്ന കാരണം കൊണ്ട് കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന പൊരുള് മാത്രം ശ്രദ്ധിക്കുക. പക്ഷെ ബഹളം വെക്കരുത്. ബഹളം വെക്കാതെ കണ്ട് ശ്രദ്ധിക്കാനാണെന്നുണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് നിർത്തും. ഞാൻ എതിരെ വാർത്തകൾ പോകും. എനിക്ക് ശാന്തയും സമാധാനമാണ് ഒരു പ്രഭാഷണ വേദിയിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സമാധാനമായിട്ട് കേൾക്കുക. ഈ കാളിയമർദ്ദനം കഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഭഗവത്ഗീതയില് അർജുനൻ ഭഗവാനോട് ചോദിക്കും, ഞാൻ ഈ യോഗവൃത്തികളൊക്കെ ചെയ്യുന്നു, പക്ഷേ സാക്ഷാത്കാരത്തിനു മുമ്പ് എന്റെ ശരീരം പതിച്ചുപോയി, എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല. അതിനു മുമ്പ് തന്നെ എന്റെ ഈ ശരീരം പതിച്ചു പോയാല് ഞാൻ അതുവരെ ഈ അധ്വാനിച്ചതെല്ലാം വൃഥ ആയി പോകത്തില്ലേ? അതിന് പിന്നെ എന്താ ഒരു പ്രയോജനമുള്ളത് എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പോഴ് ഭഗവാൻ പറഞ്ഞു, അർജുന, നീ നാമമാത്രമായിട്ടെങ്കിലും ഈശ്വരീയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടേ എങ്കിൽ അതൊരിക്കലും ഇല്ലാതെ കണ്ടാകുന്നില്ല. അതിന്റെ പ്രയോജനം നിനക്ക് ഭാവിയിൽ കിട്ടും. ഈ ശരീരം പതിച്ചു പോയാൽ അടുത്ത നിനക്കൊരു ജന്മം കിട്ടുന്നത് അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാവുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും നിനക്ക് കിട്ടുന്ന ജന്മം. അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്നതായ ഈശ്വരീയമായ ഏത് കർമ്മവും നമുക്കത് എല്ലായ്പ്പോഴും അതുപോലെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എങ്കിലും അത് നമ്മളുടെ സംസ്കാരമായിട്ട് നമ്മളോട് ഒപ്പം ഉണ്ടായിരിക്കും. അത് ഏതെങ്കിലുമൊക്കെ സമയത്തായിരിക്കും നമ്മളെ അത് സഹായിക്കുക. ഒരിക്കലും അത് വൃഥാവിലായി പോകത്തില്ല. നിങ്ങൾ നാമമാത്രമെങ്കിലും നാമം ജപിച്ചിട്ടുണ്ടേ എങ്കിൽ ആ നാമജപ സംസ്കാരം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും, നിങ്ങളുടെ ഉപബോധ മനസ്സിനകത്തുണ്ടായിരിക്കും. അത് ഭാവിയിൽ നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. നമ്മളൊക്കെ നോക്ക്, ചെറുപ്പകാലത്തിൽ നമ്മളൊക്കെ നാമം ജപിച്ചു വളർന്നു. നമുക്ക് യൗവനകാലമാകുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടും പ്രാരാബ്ധങ്ങൾ വന്ന് നിറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് നാമം ജപിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോഴാ സമയത്ത് ദുരിതങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ 2 കൂട്ടമാണ് ആൾക്കാർ ചെയ്യുക. ഒന്ന്, നല്ലതുപോലെ നാമമൊക്കെ ചൊല്ലി വളർന്നതായ ആൾക്കാരാണെങ്കിൽ അവർക്ക് ദുരിതം വരുമ്പോൾ അവര് എന്തായാലും ആ പഴയ സംസ്കാരത്തെ എടുത്ത് ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടി ഭഗവാനെ ഒരു ആശ്രയമുള്ളൂ എന്ന മട്ടിൽ ഭഗവാനിലേക്ക് അടുക്കും. നാമജപം ശീലമേ അല്ലാത്ത കുടുംബത്തിൽ ജനിച്ചതായ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവര് മയക്കുമരുന്നിനും കഞ്ചാവിനും അതുപോലെയുള്ള മദ്യത്തിനുമൊക്കെ അടിമപ്പെട്ട് അവര് ആ ഒരു വഴിയില് തിരിഞ്ഞു പോകും. അപ്പൊ അതിന്റെ സാരം നാമം ചെല്ലുന്ന വീട്ടിലെ പിള്ളേരൊന്നും പോയിട്ടില്ലയോ എന്നുള്ളതല്ല. താരതമ്യേന നമ്മൾ എപ്പോഴും നോക്കുന്നത് താരതമ്യം 1 2 പിടിച്ചിട്ട് നമ്മൾ എപ്പോഴും ഉദാഹരിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മള് കാളിയമർദ്ദനം കഥയിലേക്ക് കടക്കാം. അതായത് അല്പമെങ്കിലും നാമമാത്രമെങ്കിലും നമ്മൾ നാമം ജപിച്ചിട്ടുണ്ടേ എങ്കിൽ ആ നാമജപം വൃഥാവില് ആയി പോകത്തില്ല എന്ന ആ ഒരു സത്യം എപ്പോഴും മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് കഥയിലേക്ക് ചുരുക്കി കിടക്കാം. സൂര്യാത്മജയായ കാളിന്തി, അതായത് സൂര്യന്റെ പുത്രിയാകുന്നതായ കാളിന്തി, നമ്മുടെ ഈ ഭൂമിയിൽ കൂടി ഒഴുകുന്നതായ കാളിന്തി എന്ന നാമത്തോടു കൂടിയ നദി സൂര്യനിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ല നമുക്കറിയാം. അപ്പോഴ് ആ നദിയെ പ്രതീകാത്മകമായിട്ട് ഇവിടെ പറയുമ്പോൾ ഈ നദി ഏതാണ്? സൂര്യാത്മജയാണ്. ഏതാണ് സൂര്യാത്മജയായ നദി? നമ്മൾ നോക്കുമ്പോഴ് ഇന്നലെ നിങ്ങളോട് ഞാൻ പറഞ്ഞു, സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ നമ്മളുടെ വിവേകശേഷി മങ്ങി നമ്മൾ നല്ല ഉറക്കത്തിലേക്ക് പോകും. പിന്നെ നമുക്ക് മനസ്സില്ല, അല്ലേ? നമ്മളുടെ സുഷുപ്തിയിൽ മനസ്സില്ല. പിന്നെ സൂര്യൻ വന്നു കഴിയുമ്പോൾ നമ്മുടെ വിവേകശേഷി സജീവമായി നമുക്ക് മനസ്സുണർന്ന് നമ്മൾ കർമ്മനിരതര ആകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഒഴുക്കല്ലേ, ചിന്തകളുടെ ഒരു ഒഴുക്കല്ലേ, ഒരു പ്രവാഹമല്ലേ നമ്മുടെ മനസ്സില്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് സൂര്യാത്മജയായ കാലത്തെ ശോഭിപ്പിക്കുന്നതായ കാളിന്തിയാണ്. മനസ്സില്ലാന്നുണ്ടെങ്കിൽ കാലബോധം നമുക്കുണ്ടാകത്തില്ല. ആ കാലബോധത്തെ ശോഭിപ്പിക്കുന്നതായ കാളിന്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. കേൾക്കുന്നുണ്ടല്ലേ? അതുപോലെ സൂര്യൻ അഭിമുഖമായിട്ട് ഭൂമി
ഭൂമി വരുമ്പോൾ, ഭൂമി കറങ്ങുന്നു, സൂര്യൻ അഭിമുഖമായിട്ട് വരുമ്പോൾ നമുക്ക് പകലും, സൂര്യന്റെ മറുദശയിൽ പോകുമ്പോൾ നമുക്ക് രാത്രിയും. അങ്ങനെ രാത്രിയും പകലും ഉണ്ടാകുന്നു. ഇതാണ് ദിവസം, ഇല്ലേ? അതിന്റെ ആവർത്തനം ആഴ്ച, അതിന്റെ ആവർത്തനം മാസം, അങ്ങനെ മാസവും വർഷവും എല്ലാം കൂടിയിട്ട് കാലമുണ്ടാകുന്നില്ലേ? അപ്പോൾ സൂര്യാത്മജ ബാഹ്യലോകത്തിൽ കാലമാണ്. ആ കാലത്തെ, ആ കാലബോധത്തെ നമുക്ക് തരുന്നതായ നമ്മുടെ മനസ്സ് ആന്തരിക ലോകത്തിൽ. അപ്പം രണ്ടും സൂര്യാത്മജയാണ്. ബാഹ്യലോകത്തിലെ കാലവും ആന്തരിക ലോകത്തിലെ മനസ്സും എന്താണ്? സൂര്യാത്മജ ആയ കാളിന്തിയാണ്. ഈ കാളിന്തിയെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ എല്ലാം ജീവിതം മുൻപോട്ട് പോകുന്നത്, ഇല്ലേ? ഈ കാളിന്തി ഇല്ലാതെ നമുക്ക് ജീവിതം ഇല്ല. ഈ കാളിന്തിയില് കാളിയൻ എന്ന് പറയുന്നതായ സർപ്പം തന്റെ കുടുംബസമേതം വന്ന് അവിടെ താവളമടിച്ചു. ഈ കാളിയന്റെ വിഷജ്വാലയേറ്റ് അവിടെ ഉണ്ടായിരുന്ന വൃക്ഷലതാദികൾ മുഴുവനും കരിഞ്ഞുപോയി. ഒരു കദംബ വൃക്ഷം മാത്രം അവിടെ ഉണങ്ങാതെ കണ്ട് അവശേഷിച്ചു. ആകാശത്ത് കൂടി പോയ പറവകളെല്ലാം ചത്തുകയാണ്. പിന്നെ വെള്ളത്തിലുള്ളതിന്റെ കാര്യം പറയേണ്ടുന്ന ആവശ്യമേ ഇല്ല. ഭഗവാൻ തന്റെ ഗോപന്മാരും പശുക്കളും ഒത്ത് മേയിച്ച് നടക്കുമ്പോൾ ഗോപന്മാരും പശുക്കളും പോയിട്ട് ഈ കാളിന്തിയിലെ വെള്ളം കോരി കുടിക്കുന്നു. അവരും കാലവശം പ്രാപിക്കുന്നു. അമൃതക്കണ്ണനായിരിക്കുന്ന കണ്ണൻ അമൃതക്കണ്ണനാണ്. ആ അമൃതക്കണ്ണനായിരിക്കുന്നതായ ഭഗവാൻ കണ്ണൻ തന്റെ അമൃതക്കണ്ണുകൊണ്ട് അവരെ വീക്ഷിച്ചപ്പോൾ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരുന്നത് പോലെ അവർക്ക് പുനർജീവൻ കിട്ടിയതാണ്. അപ്പോൾ ഭഗവാൻ നിശ്ചയിച്ചു, ഈ കാളിന്തി ശുദ്ധമാക്കണം, കാളിയനെ ഇവിടെ നിന്നും ഓടിക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചു. അങ്ങനെ ഭഗവാൻ കാളിന്തി ശുദ്ധമാക്കാൻ വേണ്ടി ഒരു ദിവസം വന്നിട്ട് കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയോ? കാളിന്തിയിലേക്ക് ഭഗവാൻ എടുത്ത് ചാടിയോ അമ്മേ? കാളിന്തിയിലേക്ക് എടുത്ത് ചാടിയോന്ന് ചാടി. ഭഗവാൻ കാളിന്തിയിലേക്ക് എടുത്ത് ചാടി എന്ന അഭിപ്രായമുള്ള എത്ര പേരുണ്ടെന്ന് കൈ നോക്കിക്കും. ആരുമില്ല അല്ലേ? എന്തോ മറന്നു പോകരുത്. ഭഗവാൻ ആദ്യമേ കദംബ വൃക്ഷത്തിൽ കയറി. അതിൽ കയറിയിട്ട് കാളിയന്റെ സ്വഭാവവും കാളിയന്റെ ആസ്ഥാനവും ഭഗവാൻ മനസ്സിലാക്കുന്നത് ആ കദംബ വൃക്ഷത്തെ അവലംബമാക്കിക്കൊണ്ടാണ്. പറഞ്ഞു മനസ്സിലായോ? എല്ലാം അറിയുന്നതായ ഭഗവാന് ഒരു കദംബ വൃക്ഷത്തെ ആശ്രയമാക്കിക്കൊണ്ടാണ് കാളിയന്റെ വാസസ്ഥാനവും കാളിയന്റെ സ്വരൂപവും മനസ്സിലാക്കിയത് എന്ന് പറയുമ്പോൾ ആ കദംബ വൃക്ഷത്തിന് കഥയിൽ വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ പാടില്ല. കേൾക്കുന്നുണ്ടല്ലോ? ആ കദംബ വൃക്ഷത്തെ അവലംബമാക്കി ഭഗവാൻ കാളിയന്റെ വാസസ്ഥാനവും കണ്ടു, കാളിയന്റെ സ്വരൂപവും കണ്ടിട്ട് ഭഗവാൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടി. കേൾക്കുന്നുണ്ടല്ലേ? അപ്പൊ കദംബ വൃക്ഷത്തിൽ കൂടിയാണ് ഭഗവാൻ എന്തിനെ മനസ്സിലാക്കിയത്? കാളിയന്റെ ആസ്ഥാനവും സ്വഭാവവും സ്വരൂപവും ഒക്കെ മനസ്സിലാക്കുന്നത് കദംബ വൃക്ഷത്തെ അവലംബമാക്കിക്കൊണ്ടാണ് എന്ന കാര്യം വിസ്മരിക്കരുത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നീന്തി തുടിച്ച് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നതായ സമയത്ത് ഭഗവാൻ വീഴുന്ന ശബ്ദം കൊണ്ട് തന്നെ ഇളകി മറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇളകി മറിഞ്ഞത് കാളിന്തി മൊത്തം. അടിത്തട്ടിൽ കിടന്നതായ കാളിയൻ ഇങ്ങനെ പൊങ്ങി വന്നു നോക്കിയപ്പോൾ 7 വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലൻ ഇങ്ങനെ നീന്തി തുടിച്ചു വരികയാണ്. ആരാടാ എന്റെ ആലയ സീമനി എത്ര ധിക്കാരമോടുകൂടി വരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഫണങ്ങളെല്ലാം എടുത്തു വിടർത്തി ചെന്നു ഭഗവാനെ ഒരുപാട് കൊത്തി നോക്കി. പക്ഷേ വിഷഹാരിയായ അമൃതസ്വരൂപനായ ഭഗവാനിലുണ്ടോ ഈ സംസാരമാകുന്ന വിഷമേൽക്കുക? ഇല്ലേ? അതുകൊണ്ട് കാളിയന്റെ സംസാരമാകുന്ന വിഷം ആരിലേറ്റില്ല? അമൃതസ്വരൂപനാകുന്നതായ ഭഗവാനില് ഏറ്റില്ല. എന്നിട്ട് ആ കാളിയൻ എന്ത് ചെയ്തു? ഭഗവാനെ തന്റെ ശരീരം കൊണ്ടങ്ങ് വരിഞ്ഞു മുറുക്കി. ശരീരം കൊണ്ട് വരിഞ്ഞു മുറുക്കിയപ്പോൾ അഘാസുരന്റെ വായിൽപ്പെട്ടതായ ഭഗവാൻ എങ്ങനെയാണോ തന്റെ തനുവിന് വിസ്താരം വരുത്തിയത്, എങ്ങനെയാണോ വാമനാവതാരത്തിൽ ബലിക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന് തന്റെ തനുവിനെ വിസ്തരിച്ചത്, അതുപോലെ ആ അമൃതക്കണ്ണൻ തന്റെ ശരീരത്തെ അങ്ങനെ വിസ്തരിച്ചപ്പോൾ ശ്വാസം മുട്ടി വിട്ടു. കേൾക്കുന്നില്ലല്ലേ?
എന്നിട്ട് ഭഗവാന് ആ കാളിയന്റെ പൊങ്ങി നിന്ന ഫണത്തിൽ ഒന്നിനെ പിടിച്ചു താത്തി അതിൽ കയറിയിട്ട് ആനന്ദ നടനമാടി. ഭഗവാൻ എവിടെയാണോ ആരുടെ തലയിലാണോ നടനമാടുന്നത് ആനന്ദമാണ്. ഭഗവാന് ആനന്ദ നടനമാടി. അങ്ങനെ ആനന്ദ നടനം ഭഗവാൻ ആടിക്കഴിഞ്ഞപ്പോൾ സത്വഗുണപ്രധാനനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ആനന്ദ നടനത്തിൽ രജോഗുണപ്രധാനനായിരുന്ന കാളിയന്റെ രജസ്സാകുന്നതായ രക്തം വാർന്നുപോയി. പറഞ്ഞ മനസ്സിലായോ? കാളിയന്റെ രജസ്സാകുന്നതായ ആ രക്തം വാർന്നുപോയി. എങ്ങനെ? സത്വഗുണസ്വരൂപനായിരിക്കുന്ന കാർവർണ്ണന്റെ ആനന്ദ നടനത്തിനകത്ത്. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ഓരോ ഫലങ്ങളിലും രജോ ഗുണം താന്ന് അടുത്ത ഫലം പൊങ്ങുമ്പോൾ കൃപാമയനായിരിക്കുന്ന ഭഗവാൻ അവന് ബോധ്യം കൊടുക്കുവാൻ വേണ്ടി എന്താണ് ധർമ്മസ്വരൂപം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ധർമ്മസ്വരൂപനാകുന്ന ആനന്ദസ്വരൂപനാകുന്ന ഭഗവാൻ അവന്റെ ഓരോ തലകളിലും പ്രാരബ്ധമാകുന്ന ഓരോ തലകളിലും നടനമാടി ആനന്ദ നടനം ചെയ്ത് അവന്റെ രജോ ഗുണത്തെ പുറത്ത് കളഞ്ഞ് ശുദ്ധനാക്കി. അവന്റെ ഓരോ പ്രാരാബ്ധമാകുന്നതായ തലകളിലും ഭഗവാൻ മാറി മാറി നടനം ചെയ്തു. മനസ്സിലായോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ രജോ ഗുണവും തമോ ഗുണവും വാർന്നു പോയി കഴിഞ്ഞപ്പോൾ, സാത്വിക ഗുണം തന്റെ ഉള്ളിൽ ഉദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആരാണ് തന്റെ തലയിൽ നടനം ചെയ്യുന്നവൻ എന്നറിയുവാനുള്ള ജിജ്ഞാസയുണ്ടായത്. രജോ ഗുണവും തമോ ഗുണവും നമ്മുടെ ഉള്ളിൽ മുഴുത്തു കിടക്കുമ്പോൾ, രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുമ്പോൾ കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമുദ്ഭവ. കാമവും ക്രോധവുമായിരിക്കും ഉള്ളില്. പറഞ്ഞ മനസ്സിലായോ? നിദ്രയും ആലസ്യവും അലസതയും മൂഢതയും മോഹവും ഒക്കെ ആയിരിക്കും തമോ ഗുണം നിറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുക. സത്വാത് സംജായതേ ജ്ഞാനം. ആനന്ദസ്വരൂപനാകുന്ന അമൃതസ്വരൂപനാകുന്ന സാത്വിക സ്വരൂപനാകുന്നതായ ഭഗവാന്റെ ആനന്ദ നടനം കൊണ്ട് തമോ ഗുണവും രജോ ഗുണവും ഒഴിഞ്ഞു മാറി അവനിൽ ആ സാത്വിക ഗുണം പ്രകാശിച്ചപ്പോൾ എന്റെ തലയിൽ നടനം ചെയ്യുന്നവൻ ആരാണ് എന്ന് അറിയണമെന്നുള്ള ജിജ്ഞാസ, ആ ജ്ഞാനത്തിനു വേണ്ടിയുള്ളതായ ജിജ്ഞാസ അപ്പോഴവനിലുണ്ടായി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം നമ്മുടെ മനസ്സാണെന്ന് വിചാരിക്കൂ. രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുമ്പോൾ നമ്മക്കാർക്കും ഇപ്പൊ കിടന്ന് ഇവിടെ ഇടി കൂടിയ മാതിരിയും അപ്പുറത്ത് പോയി തെള്ളുകൊള്ളുന്ന മാതിരിയും ഒക്കെ ഉള്ളതായ ആഗ്രഹങ്ങൾ ഇങ്ങനെ തള്ളി വരുത്തതേ ഉള്ളൂ. എന്താണ് ഈ കാളിയനെന്നും എന്താണ് ഈ കാളിയന്റെ നടനം ചെയ്യുന്ന കൃഷ്ണനെന്നും അറിയാനുള്ള ജ്ഞാനമാകുന്ന ജിജ്ഞാസ, ജ്ഞാനത്തിന് വേണ്ടിയുള്ള ജിജ്ഞാസ ഉണ്ടാകത്തില്ല. ഉണ്ടാകുമോ അമ്മച്ചി? ഉണ്ടോ? ഉണ്ടാകത്തില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോഴ് ആ സാത്വിക ഗുണം വർദ്ധിച്ചപ്പോൾ എങ്ങനെയാണോ യോഗികള് ശാംഭവി മുദ്ര പിടിച്ച് തന്റെ ഭൂമധ്യത്തിൽ തന്റെ തലയിൽ ഇരിക്കുന്നതായ സച്ചിദാനന്ദമാകുന്ന ആ ഭഗവാന്റെ ചിത്പ്രകാശത്തെ കാണുവാൻ വേണ്ടി ശ്രമിക്കുന്നത്, അതുപോലെ തന്റെ തലയിൽ നടനം ചെയ്യുന്നവനെ കാണുവാൻ വേണ്ടി ദൃഷ്ടികൾ മേൽപോട്ടുയർത്തി നോക്കി. ആര്? ജ്ഞാനത്തിന് ദാഹമുണ്ടായതായ കാളിയൻ. ആരാണ്? എന്റെ തലയിൽ നടനം ചെയ്യുന്നവൻ ആരാണ് എന്ന് അറിയുവാനുള്ള ആ ജ്ഞാനത്തിന്റെ ജിജ്ഞാസുവായ കാളിയൻ ദൃഷ്ടികൾ മേൽപോട്ടുയർത്തി നോക്കി. അങ്ങനെ സാത്വിക ഗുണം വർദ്ധിച്ചിരുന്ന കാരണം കൊണ്ട് ആ ഭഗവാനെ മനസ്സിലാക്കാനും കാണാനും പറ്റി. തമോ ഗുണവും രജോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സുകൊണ്ട് നമ്മള് ദൃഷ്ടി മേപ്പോട്ട് ഉയർത്തി ഇങ്ങനെ ഇരുന്ന കോങ്കണ്ണം ഉണ്ടാകുന്നതാണ്. അല്ലോ അത് പറഞ്ഞ മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് കാളിയൻ കണ്ടു, കാളിയൻ ഭഗവാനെ കണ്ടു. അപ്പോഴ് ആ അഹങ്കാരം മുഴുവനും പോയി. ഈ അമൃത കണ്ണനാണല്ലോ
എന്റെ തലയിൽ നടനം ചെയ്യുന്ന സർവവ്യാപിയായിരിക്കുന്ന സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദി ഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയന്നുമ, ആ ശ്രീകൃഷ്ണനാണല്ലോ എന്റെ തലയിൽ നടനം ചെയ്യുന്നത് എന്ന ബോധ്യമുണ്ടായപ്പോൾ തെറ്റു മനസ്സിലാക്കി സ്തുതിച്ചു. ഞാൻ കാരണം കൊണ്ട് എത്ര പേർക്കാണ് ദ്രോഹമുണ്ടായതേ എന്നുള്ള കുറ്റബോധമുണ്ടായി. ഞാൻ കാരണം കൊണ്ട് എന്തെല്ലാം നശിച്ചു പോയിരിക്കുന്നു എന്നുള്ള കുറ്റബോധമുണ്ടായി. ഭഗവാനെ, ഇപ്പോഴാണല്ലോ നിന്നെ ഒന്ന് മനസ്സിലാക്കുവാനുള്ള അവസരം എനിക്ക് ഉണ്ടായത്. ഞാൻ ഈ സ്വാർത്ഥനായ കാളിയനായിട്ട് നിൽക്കുന്ന സമയത്ത് നിന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കാനോ അറിയുവാനോ ഉള്ള ജിജ്ഞാസ എൻ്റെ ഉള്ളിൽ ഉണ്ടായില്ലല്ലോ ഭഗവാനെ എന്ന കുറ്റബോധത്തില് വാഴ്ത്തി സ്തുതിച്ചു. അദ്ദേഹത്തിന്റെ ആ സർപ്പവധുക്കളും എല്ലാം വന്നിട്ട് ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. സ്തുതിപ്പൊന്നും പറയേണ്ട കാര്യമില്ല, നമുക്ക് പോകണ്ടേ സമയത്തിന്, അല്ലേ? അപ്പൊ അതുകൊണ്ട് വാഴ്ത്തി സ്തുതിച്ചു. അങ്ങനെ ആ സ്തുതിപ്പെല്ലാം കഴിഞ്ഞു. എന്നിട്ട് അവര് ചോദിക്കുക, ഭഗവാനെ, ഇവൻ ചെയ്തത് അപരാധമാണ് തീർച്ചയായിട്ടും, പക്ഷെ വല്ലവരെയും കണ്ടാൽ കടിക്കുക എന്ന സ്വഭാവം അവിടുന്ന് കൊടുത്തതാ. പറഞ്ഞ മനസ്സിലായോ? ഓരോ ജീവികൾക്കും ഓരോ സ്വഭാവത്തെ പ്രദാനം ചെയ്തിരിക്കുന്നത് പ്രകൃതി സ്വരൂപനാണ്, അല്ലേ? അതുകൊണ്ട് അവിടുന്ന് തന്നെ കൊടുത്തതാ. എങ്കിലും ചെയ്തത് തെറ്റാണ്, അതിന് മാപ്പപേക്ഷിക്കുന്നു, യവനെ അധികം ശിക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഒന്നും വേണ്ട, നിങ്ങള് ഇവിടെ നിന്നും രമണക ദ്വീപത്തിലേക്ക് മാറി സ്വസ്ഥമായിട്ട് അവിടെ കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അങ്ങോട്ട് പോയ ഒരു പ്രശ്നമുണ്ട്. വൈനതേയൻ ഗരുഡൻ പിടിച്ച് തിന്നും അവിടെ പോയ. ഇവിടെ ആകുമ്പോൾ ഗരുഡൻ ഇങ്ങോട്ട് വരുത്തില്ല. അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഭഗവാനെ, അങ്ങോട്ട് പോയ പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ ശിരസിൽ എന്റെ പാദചിഹ്നമുണ്ട്. ആരുടെ തലയിലാണോ എന്റെ പാദചിഹ്നമുള്ളത് അവന് ശത്രുവില്ല. അതുകൊണ്ട് ഇനിയും വൈനതേയൻ നിങ്ങൾക്ക് ശത്രുവായിട്ട് ഒരിക്കലും വരുത്തില്ല. എന്താ ഭഗവാന്റെ പാദചിഹ്നം? ആരുടെ തലയിലാണോ സത്യവും തപസ്സും ശൗചവും ദയയും ഒക്കെ ഉള്ളത്, ആരിലാണോ ഭഗവാന്റെ ചിഹ്നമാണ് സാത്വിക ഗുണം. പറഞ്ഞാൽ മനസ്സിലായില്ലയോ? ഭഗവാന്റെ ചിഹ്നമാണ് സാത്വിക ഗുണം. ആ സാത്വിക ഗുണത്തിൽ കൂടെ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? ആരുടെ തലയിലാണോ ഈ സാത്വിക ഗുണം ഉള്ളത് അവന് ആരോടും ശത്രുതയില്ല, വൈരാഗ്യമില്ല, അവന് ശത്രുവേ ഉണ്ടാവത്തില്ല. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ രമണക ദ്വീപത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു ഭഗവാൻ അവരെ രമണക ദ്വീപത്തിലാക്കി ഈ കാളിന്തി ആകുന്ന മനസ്സ് ശുദ്ധമാക്കി കൊടുത്തു. കേട്ടോ? അപ്പൊ 2 ചോദ്യങ്ങള് പരീക്ഷിത്ത് മഹാരാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, എല്ലാ വൃക്ഷലതാദികളും കരിഞ്ഞുപോയിട്ടും എന്തുകൊണ്ട് ഈ കദംബ വൃക്ഷം മാത്രം കരിയാതെ കണ്ട് നിന്നു? അതിനൊരു സമാധാനം പറഞ്ഞു. പണ്ട് ഗരുഡൻ ദേവലോകത്തു നിന്നും അമ്മയുടെ ദാസ്യം ഒഴിവാക്കാൻ വേണ്ടി അമൃത് കൊണ്ടുവരുമ്പോൾ ഈ കദംബ വൃക്ഷത്തിൽ ഒന്ന് വിശ്രമിച്ചു. അങ്ങനെ നാമമാത്രമായിട്ടുള്ള അമൃത് തുളുമ്പി അതിൽ വീണ് അത് അനുഭവിക്കുവാനുള്ള യോഗം ആർക്കുണ്ടായി? കദംബ വൃക്ഷത്തിന് ഉണ്ടായി. അപ്പം ഒരു കാര്യം, എന്ത്? കഥയിലെ ചമത്കാരാത്മകതയെല്ലാം അങ്ങ് കളഞ്ഞു കഴിഞ്ഞാല് ഗരുഡനിൽ കൂടി നാമമാത്രമായ അമൃതാത്മകത അനുഭവിച്ചതായ കദംബ വൃക്ഷമാണ് ഉണങ്ങാത്തത്, അല്ലേ? ഗരുഡനിൽ കൂടി നാമമാത്രമായിട്ടെങ്കിലും ഈ അമൃതാത്മകതയെ അനുഭവിച്ചതായ കദംബ വൃക്ഷമാണ് ഉണങ്ങാത്തത്. ആ കദംബ വൃക്ഷത്തെ അവലംബമാക്കിക്കൊണ്ടാണ് ഭഗവാൻ പോലും സ്വാർത്ഥതയാകുന്ന അധർമ്മത്തിന്റെ സ്വരൂപമാകുന്ന രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും സ്വരൂപമായ അവിദ്യയാകുന്ന ആ കാളിയന്റെ സ്വരൂപവും ആസ്ഥാനവും മനസ്സിലാക്കിയത്, അല്ലേ? എങ്കിൽ ആ കദംബ വൃക്ഷമേത്? ആ അമൃത് കൊണ്ടുവന്ന ഗരുഡനാരെ? ഇതാണ് ഇവിടുത്തെ ചോദ്യം. കേട്ടോ? ഇനിയും അതവിടെ നിൽക്കട്ടെ. ചോദ്യം ഞാൻ നിങ്ങൾക്ക് ഇട്ടു തന്നാ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചോളൂ. 2 എന്തോ എനിക്കറിയാൻ വയ്യ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 2ാമത്തെ ചോദ്യം,
എന്ത് കാരണം കൊണ്ട് ഈ കാളിന്തിയിലേക്ക് ഗരുഡൻ വരുന്നില്ല? അതുകൊണ്ടാണല്ലോ കാളിയൻ കുടുംബസമേതം ഇവിടെ വന്ന് താമസിച്ചത്. അപ്പൊ അതിന് വേറൊരു കഥ പറഞ്ഞു കൊടുത്തു. അതായത് സൗഭരി എന്ന് പറയുന്നതായ മഹർഷി ഇവിടെ സന്ധ്യാവന്ദനം ചെയ്യുന്നതായ സമയത്ത് ഗരുഡൻ വന്നിട്ട് മത്സ്യങ്ങളെയും പിടിച്ചുകൊണ്ട് മേൽപോട്ട് പൊന്തിയപ്പോൾ മത്സ്യം പിടച്ചു വെള്ളം അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണപ്പോൾ അദ്ദേഹം ശപിച്ചു, ഇനിയും മേലാൽ നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ശിരസ് പൊട്ടിത്തെറിക്കട്ടെ എന്ന് ശപിച്ച കാരണം കൊണ്ട് ഭഗവാനെ അവിടേക്ക് ആര് വരുന്നില്ല? ഈ ഗരുഡൻ വരുന്നില്ല. ഇവിടെയും കഥയിലെ ചമത്കാരാത്മകതയെല്ലാം കളഞ്ഞേക്കുക. എന്നിട്ട് ഇത്ര മാത്രം വിചാരിക്കുക, ഈ കാളിന്തിയിലേക്ക് സൗഭരി കാരണം ഗരുഡൻ വരാത്ത സമയത്താണ് കാളിയൻ താവളം ഉറപ്പിക്കുക. എന്താണ്? ഈ കാളിന്തിയിലേക്ക് സൗഭരി കാരണം ഗരുഡൻ വരാത്ത കാരണമാണ് ആര്? കാളിയൻ താമസം ഉറപ്പിക്കുന്നതും നാട്ടുകാർക്ക് മുഴുവനും നാശകാരിയായിട്ട് മാറുന്നതും. എങ്കിൽ ആ ഗരുഡനാര്? ആ സൗഭരിയാര്? ഇതാണ് ചോദ്യം. കേൾക്കുന്നുണ്ടല്ലോ? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാത്തിടത്തോളം കാളിയമർദ്ദനം നിങ്ങൾക്ക് വെറും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. അമ്മ ഇന്നലെ ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നില്ലയോ? ഇന്നലെ ഉച്ചയ്ക്ക് നിങ്ങളോട് ഞാൻ ഗരുഡൻ ആരാണ് എന്ന് അരമണിക്കൂർ വിശദീകരിച്ച് നമ്മ കേട്ടതാണോ? ഇന്നലെ നിങ്ങളോട് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞത്? 28 കെട്ടുന്ന എന്തിനാന്ന് പറഞ്ഞു, 30 മുക്കോടി ദേവന്മാർ എന്താണെന്ന് പറഞ്ഞു, ഈ നമ്മുടെ ഭഗവാന്റെ വാഹനമാകുന്നതായ ഗരുഡൻ എന്താണ് എന്ന് പറഞ്ഞു. 3 രീതിയിലാണ് ഗരുഡനുള്ളത്. ബാഹ്യലോകത്ത്, നമ്മുടെ ശരീരത്തിലെ, മനസ്സിലെ 3 രീതിയിൽ ഗരുഡൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അമ്മ എന്നോട് ചോദിക്കുക, ഭക്തിയല്ലയോ? ഭക്തിയാ അമ്മയെ ഭഗവാനെ കൊണ്ടുവരുന്നത് ശരിയാ, പക്ഷെ ശാസ്ത്രപ്രകാരം അങ്ങനെ അല്ല. എല്ലാവരും ഭക്തിയോഗക്കാരൊന്നും അല്ലല്ലോ. ജ്ഞാനയോഗികളുണ്ട്, ഭക്തിയെ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, ഒക്കെ ഇല്ലയോ? അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭക്തി എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിനകത്ത് വിഷ്ണു വിഭൂതി കഥനം എന്ന് പറയുന്നതായ ഭാഗത്ത് എടുത്തു പറയുന്നു 3 വേദങ്ങൾ സാക്ഷ്യം. എന്താണ്? 3 വേദങ്ങളെയാണ് ഗരുഡൻ എന്ന് പറയുന്നത് എന്ന് ഭാഗവതത്തിലെ 12ാമത്തെ സ്കന്ധത്തിലെ വിഷ്ണു വിഭൂതി കഥനം എന്ന് പറയുന്ന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ അമ്മേ? ഇതിനാ ഞാൻ പറഞ്ഞത്, അവിടെ മനസ്സും ഇവിടെ ശരീരവും വെച്ചോണ്ട് ഇത് കേൾക്കരുത്. പറഞ്ഞ മനസ്സിലായോ? ശരീരം ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മനസ്സ് ഇവിടെ നിന്നെങ്കിലേ ഇത് കേൾക്കത്തുള്ളൂ. ആശയം പിടികിട്ടിയോ? അപ്പോഴ് ഇവിടെ ഗരുഡൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? 3 വേദങ്ങളെയാണ്. എന്താണ്? 3 വേദങ്ങളെയാണ്. 3 രീതിയിലാണ് ഗരുഡൻ ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തേതാണെന്ത്? വേദങ്ങൾ. ഇത് ഭാഗവതത്തിൽ പറയുന്നതാണെന്ത്? 3 വേദങ്ങൾ സാക്ഷ്യം. കേട്ടോ? 4 വേദങ്ങൾ ഉണ്ടെങ്കിലും 3 വേദങ്ങളെ പണ്ട് ത്രൈ എന്നാണ് വിളിച്ചിരുന്നത്. ആ 3 വേദങ്ങൾ എന്ന് പറയുമ്പോഴും വേദങ്ങൾ എന്ന് അർത്ഥം എടുത്താൽ മതി. ആ വേദങ്ങളാണെന്ന് ഈ സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരന് ഒരു വാഹനത്തിന്റെ ആവശ്യം വരുന്നില്ല. ഉണ്ടോ? ഇല്ലാത്ത സ്ഥലത്തേക്കുള്ള സ്ഥലത്ത് നിന്ന് പോകാൻ ആ വാഹനം വേണ്ടിയ. ഭഗവാൻ സർവ്വവ്യാപിയ, എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഒരു വാഹനം വേണോ? വേണ്ട. ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഈശ്വരനെ കുറിച്ചുള്ള അറിവ് നമുക്ക് തരുന്നത് വേദങ്ങളിൽ നിന്നാണ്, അല്ലേ? അങ്ങനല്ലേ? അണിയോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോർ നിഹിതോ ഗുഹായാം. ഈ പരമാണുവിലും ഈ മഹത്തായ ബൃഹത്തായിരിക്കുന്ന ഈ വിശ്വത്തിലും മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതായ ആ ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആത്മസ്വരൂപമായി ഇരിക്കുന്നത് എന്ന് നമ്മളെ പഠിപ്പിച്ചത് വേദമാണ്, അല്ലേ? അണിയോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോ നിഹിതോ ഗുഹായ തമക്രതു പശ്യതി ഗീതശോക ധാതു പ്രസാദ മഹിമാനമാത്മന. ആരാണോ ഈ ജീവനെ പുഷ്ടിപ്പെടുത്തി ആ ഈശ്വരനെ കാണുന്നത്, അവന്റെ സകല ദുരിതങ്ങളും പോകുന്നു. പറഞ്ഞ മനസ്സിലായി? അപ്പൊ ഈ അറിവ് നമുക്ക് തരുന്നത് ആരാണ്? വേദങ്ങളാണ്, അല്ലേ? ഇനിയും നമ്മൾ ഈശ്വരീയതയെ അനുഭവിക്കാൻ വേണ്ടിയുള്ളതായ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നുണ്ടല്ലേ? അതും എവിടെ നമുക്ക് കിട്ടുന്നത്?
വേദങ്ങളിൽ നിന്നല്ലേ. അപ്പം വേദങ്ങളാണ് ഈശ്വരനെ കുറിച്ചുള്ള അറിവ് തരുന്നത്. വേദമന്ത്രങ്ങളാണ് നമുക്ക് ഈശ്വരനെ അനുഭൂതിയിലേക്ക് കൊണ്ടുതരുന്നത്, ഇല്ലേ? ഒന്നുമില്ലേ? അപ്പോഴ് വേദങ്ങൾ തന്നെയാണെന്ത്? ഈശ്വരന്റെ വാഹകൻ. അതായത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അനുഭൂതി തലത്തിലേക്ക്, ബോധതലത്തിലേക്ക്, അനുഭവ തലത്തിലേക്ക്, അറിവ് തലത്തിലേക്ക് കൊണ്ടുവരുന്നത് വേദങ്ങളായ കാരണം 3 വേദങ്ങൾ സാക്ഷ്യം. കേൾക്കുന്നുണ്ടല്ലോ? ഇനിയും ഭഗവത്ഗീതയിൽ പറയും, ഛന്ദസ്സാനാം ഗായത്രീം അഹം. വേദമന്ത്രങ്ങളിൽ വെച്ചിട്ട് ഞാൻ ഗായത്രിയാകുന്നു. വേദമന്ത്രങ്ങൾ വെച്ചിട്ട് ഞാൻ ഗായത്രിയാകുന്നു. ഈ ഗായത്രികൾ പലതുണ്ട്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗായത്രി സൂര്യഗായത്രിയാണ്. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ആപോ ജ്യോതി അസോ അമൃതം ബ്രഹ്മ ഭൂർഭുവസ്സുവരും. വേദമന്ത്രം സൂര്യഗായത്രി, ഇല്ലേ? ആരെയെ നോക്കിയാ ചൊല്ലുന്നേ? സൂര്യനെ. അപ്പൊ സൂര്യൻ ഏതാ? ദേവലോകത്തിലാ, ഇല്ലേ? ദേവ എന്ന വാക്കിന്റെ അർത്ഥം പ്രകാശാത്മകമായ ലോകം. ആ ദേവലോകമാകുന്ന അവിടെ ആ സൂര്യനെ നോക്കി നമ്മൾ ചൊല്ലുമ്പോൾ എന്താ നമ്മൾ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു സംസ്കാരമാകുന്ന അമൃതാത്മകത ഉണ്ടാകത്തില്ലയോ? ഉണ്ടാകത്തില്ലേ? നമ്മൾ ആ നാമം സൂര്യദേവനെ നോക്കി നമ്മൾ ജപിക്കുന്നതായ സമയത്ത് നമ്മളിൽ ശാന്തിയുടെ, അമൃതാത്മകതയുടെ, ആ ആനന്ദാനുഭൂതിയുടെ പരിവേഷം ഉണ്ടാകില്ലേ? ഉണ്ടാകത്തില്ലേ? അതൊരു സംസ്കാരമല്ലേ? ആണോ? ഇല്ലേ? അതെവിടാ തങ്ങി നിൽക്കുന്നേ? നമ്മുടെ തലയാകുന്ന കദംബ വൃക്ഷത്തിലാണ്. ആണോ? ഇല്ലയോ? അമ്മ കൊച്ചുനാളിൽ ജപിച്ചതായ നാമവും അന്ന് അനുഭവിച്ച അനുഭൂതിയും മറന്നു പോകുമോ? ഓ, ഞാൻ ചെറുപ്പത്തിൽ നാമം ജപിക്കുമ്പോൾ എന്ത് രസമായിരുന്നു, ഞാൻ അറിയാതെ അങ്ങ് ലയിച്ചു പോകുമായിരുന്നടി. അങ്ങനെ ലയിച്ചിരുന്ന് എനിക്ക് പലപ്പോഴും തോന്നി എനിക്ക് ഇപ്പൊ ഭഗവാനെ കിട്ടുമെന്ന് എനിക്ക് തോന്നുമായിരുന്നു. എന്തോ ചെയ്യാനാ, ചെറുപ്പമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മനസ്സ് സമ്മതിക്കുന്നില്ല, കാരണം അങ്ങ് ഓട്ടവാ, ഇല്ലയോ? അങ്ങനെ പറയത്തില്ലയോ അമ്മേ? ഇല്ലയോ? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? അങ്ങനെ ഇല്ലയോ? സത്യമത അമ്മച്ചി, സത്യമത. അപ്പം നമ്മൾ ചെറുപ്പകാലത്തിൽ നമ്മൾ നാമം ചൊല്ലി അതിന്റെ ആ ഒരു അമൃതാത്മകത, ആ ഒരു സംസ്കാരം നമ്മുടെ തലയിലുണ്ട് എന്ന് വിചാരിക്കുക. എന്ത്? തലയിലുണ്ട് എന്ന് വിചാരിക്കുക. ഇതാണ് ഗരുഡൻ ദേവലോകത്തു നിന്നും കൊണ്ടുവന്നതായ അമൃത്. കദംബ വൃക്ഷമുണ്ടു, ആ കദംബ വൃക്ഷം നശിച്ചില്ല. കേൾക്കുന്നുണ്ടല്ലോ? അവിടുത്തെ കദംബ വൃക്ഷം നമ്മുടെ തലയും, ഗരുഡൻ നമ്മൾ ചൊല്ലിയ മന്ത്രവും, അമൃത് നമ്മൾ അനുഭവിച്ച അനുഭൂതിയുമാണ്. കേൾക്കുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ കേട്ടോ? കേട്ടു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി കാലം കുറെ അങ്ങോട്ട് കഴിഞ്ഞു, നമ്മൾ ചെറുപ്പമൊക്കെ ആയി, നമുക്ക് നമ്മുടെ ഗൃഹസ്ഥാശ്രമികളും ഒക്കെ ആയി എന്ന് വിചാരിക്കുകയാണ്. സ്വാർത്ഥത ആ സമയത്ത് പ്രാരബ്ധം കൂടുമ്പോഴാണ് സ്വാർത്ഥത നമ്മളിൽ തലപൊക്കി തുടങ്ങുന്നില്ലേ? അതുവരെയൊക്കെ എല്ലാവരും നല്ല പിള്ളേരാണ്. ഈ ജീവിത പ്രാരബ്ധം ഇങ്ങോട്ട് വന്ന് കയറി കഴിയുമ്പം സഹോദരിക്ക് മറ്റൊരു സഹോദരിയെ കണ്ടുകൂടാ. അതുവരെ 5 മക്കളുണ്ടെങ്കിൽ പറയും നമ്മൾ 5 പേരില്ലോടി എന്ന് പറയും, ഇല്ലേ? കല്യാണം ഒക്കെ കഴിച്ച് അവരവർക്ക് പിള്ളേരായി കഴിയുമ്പോൾ പിന്നെ കല്യാണത്തിനും കാരണം അവരുടെ സ്വാർത്ഥതയിലേക്ക് അവർ ചുരുങ്ങി പോവുക ചെയ്യാമോ ഇല്ലയോ? അപ്പോഴാ സമയത്താണ് നമ്മൾ എന്തുണ്ടാകുന്നത്? സ്വാർത്ഥതയാകുന്നതായ കാളിയൻ തലപൊക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? എന്തിൽ നിന്നുണ്ടാകുന്നതാ? പ്രാരബ്ധത്തിൽ നിന്നും. എന്താണ്? പ്രാരബ്ധത്തിൽ നിന്നും സ്വാർത്ഥതയാകുന്നതായ കാളിയൻ തലപൊക്കി കഴിയുമ്പം നമുക്ക് നമ്മുടെ സ്വന്തം സഹോദരിയെ പോലും ഇഷ്ടമല്ല, സ്വന്തം സഹോദരനെ ഇഷ്ടമല്ല. സഹോദരിയുടെ മക്കൾ വേറെ, സഹോദരന്റെ മക്കൾ വേറെ, നമ്മുടെ മക്കൾ വേറെ, ഇല്ലേ? ആണോ? ഇല്ലയോ? ആണോ? സ്വാർത്ഥത അങ്ങനെ തലപൊക്കും. നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവരെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിഴക്കേക്കാരനും തെക്കേക്കാരനും കാര്യം പറയണോ? ഇഷ്ടമില്ല, തച്ചി തൊട്ടതെല്ലാം കുറ്റമായിരിക്കും. ആണോ? ഇല്ലയോ? ആണോ? കാളിയനെ മനസ്സിലായോ? അമ്മയെ മനസ്സിലായോ? ഇങ്ങനെ പ്രാരബ്ധവും സ്വാർത്ഥതയും വന്ന് കിടക്കുന്നു. ഏത് സമയത്താ? ഈ യൗവന കാലത്തിലാണ് കൂടുതലും വരുന്നില്ലേ? ആ സമയത്ത് ഗരുഡനാകുന്നതായ ഈ വേദമന്ത്രങ്ങൾ പലപ്പോഴും നമ്മളങ്ങ് മറന്നു പോകല്ലേ, ചൊല്ലത്തില്ല. അങ്ങനെ ഇല്ലയോ? പിന്നാട്ടെ, നാളെ ആട്ടെ, ഇന്നിപ്പം വയ്യ, സമയമില്ല, നമ്മൾ മാറ്റി വെച്ച് കുറെ കഴിയുമ്പോൾ നമ്മുടെ ശീലമേ അങ്ങ് മാറത്തില്ലയോ? ശീലം തന്നെ പോയി പോകത്തില്ലയോ അമ്മേ? പോകത്തില്ലേ? ആശം പിടി കിട്ടിയോ? ആര് കാരണം കൊണ്ടാ ഗരുഡനിപ്പം വരാത്തത് കാളിന്തിയിലേക്ക്? സൗകര്യ കാരണം. ആരാണ്? സൗകര്യ. ആരാണ് ഈ സൗകര്യം എന്ന് മനസ്സിലായോ?
നമുക്ക് ഏകദേശം കഥ കേൾക്കുമ്പോൾ പിടി കിട്ടും ആരാണ് ഈ സൗഭരി എന്നുള്ളതില്ലേ. എങ്കിലും ഒന്നുകൂടെ കേട്ടോ, ഇങ്ങനെ മനസ്സിലാക്കാൻ ഭാഗവതം ഒരു കഥ പറയുന്നുണ്ട്. ഇദ്ദേഹം ഒരു പുഴയിൽ പോയി കണ്ണടച്ച് കിടന്നുകൊണ്ട് തപസ് ചെയ്യുക. കാരണം ബാഹ്യലോകത്തിലോട് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാര ദുഃഖം പിടികൂടും. അത് മനസ്സിലായോ? അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഒരു പുഴയിൽ പോയിട്ട് ഇങ്ങനെ കണ്ണുമൊക്കെ അടച്ചു കിടന്ന് ഇങ്ങനെ തപസ് ചെയ്യുക. അങ്ങനെ തപസ് ഇങ്ങനെ മൂത്തു വന്നപ്പോൾ ഒരു ദിവസം കണ്ണു തുറന്നു നോക്കി. അപ്പൊ രണ്ട് മത്സ്യങ്ങൾ മൈഥുനം ചെയ്യുന്നത് കണ്ടു. ഉടനെ എനിക്കും വേണം എന്ന ആഗ്രഹമായി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഉടനെ പുഴയിൽ നിന്നും കയറി മാന്താതാവേ എന്ന് പറയുന്നതായ രാജാവിന് 50 സഹോദരിമാരായ യൗവനയുക്തകളായ സുന്ദരിമാരായ 50 സഹോദരിമാരുണ്ട്. അവിടെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ഇതിൽ ഒരെണ്ണത്തിനെ എനിക്ക് കല്യാണം കഴിച്ച് തരണം എന്ന് പറഞ്ഞു. ഈ കോലം കണ്ട ഏതു പെണ്ണ ഇഷ്ടപ്പെടുന്നത്? ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? രാജാവിന് ധർമ്മസങ്കടമായി. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, അവിടുന്ന് അന്തപുരത്തിലേക്ക് ചെല്ല്, ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം വലിയ വേന്ദ്രനാണ്. ഇങ്ങനെ സ്വന്തം കഴിവുകൊണ്ടൊരു കാമദേവനെ പോലെ ആയി മാറ്റി. എന്നിട്ട് അന്തപുരത്തിലേക്ക് ചെന്നു. ഈ 50 പെണ്ണുങ്ങൾ ഇങ്ങനെ അങ്ങ് വളഞ്ഞു, എടി എനിക്ക് വേണം, എടി എനിക്ക് വേണം, എനിക്ക് വേണം. അവസാനം 50 എണ്ണത്തിനെ അങ്ങേരെ അങ്ങ് കെട്ടി. എന്താണ്? 50 എണ്ണത്തിനെ അങ്ങേരെ അങ്ങ് കെട്ടി. അവിടെ കമ്മിറ്റിക്കാരോട് പറഞ്ഞോളൂ, കമ്മിറ്റിക്കാരോട് പറഞ്ഞോളൂ. അവിടെ പ്രസിഡന്റോ സെക്രട്ടറിയോടെ കാണും, അവരോട് പറഞ്ഞോളൂ കേട്ടോ. പ്രസിഡന്റോ സെക്രട്ടറിയോടെ കാണും ചേട്ടാ, അവിടെ ഒന്ന് പറ, അല്ലെങ്കിൽ ഞാൻ നിർത്തിയിട്ട് വരാം കേട്ടോ. നമോ ഭഗവതേ വാസുദേവായ. അപ്പോഴേ ഈ 50 പേരെയും ആര് കല്യാണം കഴിച്ചു? കണ്ടോ, എല്ലാവരും ഇപ്പൊ കൃഷ്ണൻ നോക്കുന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ കൃഷ്ണൻ. ഇച്ചിരി മുമ്പിലത്തെ കൃഷ്ണനാണോ ഇപ്പൊ നിൽക്കുന്നത്? ആണോ? അല്ല, എന്റെ കൃഷ്ണ ഇങ്ങോട്ട് മാറി നിന്ന് എല്ലാവരും കാണട്ടെ, ഇങ്ങോട്ട് മാറി നിന്ന് എല്ലാവരും കാണട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവരും കണ്ടോളൂ, കണ്ണുനടുത്ത് കൃഷ്ണനെ കണ്ടോളൂ. ഇതാണ് നമ്മുടെ കൃഷ്ണൻ, കണ്ടോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓക്കെ, സന്തോഷം, സന്തോഷം. ഓം നമോ ഭഗവതേ വാസുദേവ. നല്ല അഭിനയമല്ലായിരുന്നു അല്ലേ? നല്ല രസമായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. എനിക്ക് എന്തോ അറിയില്ല, ഈ ആൺപിള്ളേര് ഡാൻസ് ചെയ്യുന്നതിനേക്കാളും അഭിനയിക്കുന്നതിനേക്കാളും പെൺപിള്ളേർ ഡാൻസ് ചെയ്ത് എന്റെ കണ്ണറിയില്ല. ആൺപിള്ളേർ ചെയ്ത് എനിക്ക് കണ്ണറിയില്ല. എനിക്ക് അത്ര താല്പര്യം തോന്നത്തില്ല. പക്ഷെ പെൺപിള്ളേർ ഡാൻസ് ചെയ്യുകയോ അവരാഗ്രഹങ്ങൾ കാണിക്കുകയോ ചെയ്യുകയോ എന്ന് കഴിഞ്ഞാൽ അറിയാതെ എൻ്റെ മനസ്സ് പോകും. ഞാൻ ദൈവോപാസനായോണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അതങ്ങനെയാണ്, അതെന്റെ മനസ്സ് ആ രീതിയിലാണ്. ഓം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വന്ന ഇതാണ്. അപ്പം സൗകര്യം മനസ്സിലായല്ലേ? എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ അടങ്ങാതെ കണ്ട് കിടക്കുന്നതായ കാമത്തിന്റെ പേരാണ് സൗകര്യം. പറഞ്ഞ മനസ്സിലായോ? ജന്മാന്തരങ്ങളിൽ കൂടി നമ്മൾ സമ്പാദിച്ചു കൊണ്ടുവന്നതായ കാമങ്ങളെല്ലാം, സഫലീകരിക്കാത്ത കാമങ്ങളെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിനകത്തുണ്ട്. പറഞ്ഞു മനസ്സിലായോ? യൗവനകാലമാകുമ്പോഴാണ് അവരെല്ലാം തലപൊക്കി വന്ന് സ്വാർത്ഥതയോടുകൂടി ഇതിനെയെല്ലാം അനുഭവിക്കാനുള്ള ത്വരയോടുകൂടി ഇങ്ങനെ നൃത്തമാടുന്നത്. ഈ കാമങ്ങള്, ഈ ആഗ്രഹങ്ങള് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അവൻ അങ്ങനെ നൃത്തമാടുമ്പോൾ നാമം ചൊല്ലാൻ നമുക്ക് തോന്നുമോ? തോന്നത്തില്ല. എല്ലാം നമ്മൾ പിന്നാട്ട് നാളെയാട്ട് മാറ്റി മാറ്റി വെച്ച് പോയി ശീലമേ മാറിപ്പോകും. പോകത്തില്ലയോ? പറഞ്ഞു മനസ്സിലായോ? അങ്ങനെ പോകുമ്പോഴാണ് ഒരു പക്ഷേ നമ്മൾ എന്താകുന്നത്? നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം കാളിയനായിട്ട് മാറി നാശകാരിയായിട്ട് മാറുന്നത്. അശുദ്ധി കിട്ടിയ ആ സമയത്ത് ഈ നേരത്തെ അമൃതുണ്ടതായ കദംബവൃക്ഷം നമ്മുടെ തലയിലുണ്ടേ എങ്കിൽ ധർമ്മസ്വരൂപനാകുന്നതായ ഭഗവാൻ ധർമ്മബോധമായിട്ട് നമ്മുടെ ബോധമനസ്സിൽ വന്ന്, പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഉള്ളിൽ ആനന്ദ നടനം ചെയ്ത് നമ്മളിലെ ഈ ചിന്തകളും ഈ സ്വാർത്ഥതയും ഒക്കെ ആകുന്നതായ ഈ രജോ ഗുണത്തെയും തമോ ഗുണത്തെയും പുറത്ത് കളഞ്ഞ് ആ സത്വഗുണപ്രധാനനായിരിക്കുന്ന ധർമ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അവിടെ നടനമാടണം എന്നുണ്ടേ എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പിള്ളേർക്കും ഈ കൊച്ചുനാളിൽ സമ്പാദിച്ചതായ കദംബവൃക്ഷം വേണം.
ഇല്ലാന്നുണ്ടെങ്കിൽ അവർ മയക്കുമരുന്നിന്റെ മദ്യത്തിന്റെ പിന്നാലെ പോയി പോകും. കേൾക്കുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നേരത്തെ സമ്പാദിച്ചതായി ഒരു കദംബ വൃക്ഷം ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ സ്വാർത്ഥതയാകുന്ന കാളിയന്റെ സ്വഭാവത്തെയും സ്വരൂപത്തെയും ആസ്ഥാനത്തെയും മനസ്സിലാക്കി. ഏത് ഭഗവാൻ? ധർമ്മബോധമാകുന്ന ഭഗവാൻ. എന്താണ്? ധർമ്മസ്വരൂപമാകുന്നതായ ഭഗവാൻ, ധർമ്മബോധമാകുന്നതായ ഭഗവാൻ നമ്മളിലേക്ക് വരുന്നത്. ആശയം പിടികിട്ടിയോ? അപ്പം ചെറുപ്പത്തിൽ പിള്ളേർക്ക് ആധ്യാത്മികമായിരിക്കുന്ന സംസ്കാരം കൊടുക്കേണ്ടുന്നതിന്റെ ആവശ്യകത പിടികിട്ടിയോ? നിങ്ങളെല്ലാം കൊച്ചുനാളിൽ നാമം ജപിച്ച ഒരു ശീലം നിങ്ങളുടെ തലയിൽ ഉള്ള കാരണം കൊണ്ടാണ് ഇപ്പോഴിത് കേൾക്കുവാനുള്ള താല്പര്യത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നത്. അല്ലാണ്ട് ഉള്ളിൽ കാളിയനും പ്രാരബ്ധവും ഇല്ലാത്തത് കൊണ്ടല്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് കേൾക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ തലയിൽ ഇപ്പോഴും ഉണ്ടാകുന്നത് കൊച്ചുനാളിലെ നിങ്ങൾ ആ കദംബ വൃക്ഷത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു. പറഞ്ഞ മനസ്സിലായോ? ആ ഒരു സംസ്കാരം നിങ്ങളുടെ തലയിൽ ഉള്ള കാരണം കൊണ്ടാ. അതില്ലാത്തവർക്ക് പ്രാരാബ്ധം ഒരുപാടുള്ള കാരണം കൊണ്ട് ഇതവർ ശ്രദ്ധിക്കത്തേലാണ് അവിടെ ക്യൂ നിൽക്കുക. പറഞ്ഞ മനസ്സിലായോ? ഞാനവരെ കുറ്റപ്പെടുത്തുകയല്ല, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പക്ഷെ ഇതിനകത്തേക്ക് ശ്രദ്ധ വരുത്തില്ല. ആശയം പിടികിട്ടിയോ? സംഗതി പിടികിട്ടിയോ? ഇപ്പൊ പിടികിട്ടിയോ കാളിയനെ? ഓം നമോ ഭഗവതേ വാസുദേവായ. അതും ഒരു നല്ല രസമാണ്. കഥ പറയുന്നത് എങ്ങനെയെന്നറിയാമോ? ആദ്യമേ ഈ സർപ്പങ്ങളെയൊക്കെ ഗരുഡൻ തിന്നുമായിരുന്നു. കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ സർപ്പങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തത് പർവ്വത്തിൽ ഓരോ പർവ്വം തോറും നമ്മൾ ഓരോരുത്തർ അദ്ദേഹത്തിന് ഭക്ഷണമാകും. അപ്പം ദിവസവും വിഷത്തെ ഹരിച്ചുകൊണ്ടിരുന്ന ആര്? ഗരുഡൻ. കഥ മനസ്സിലായിക്കോണം. ദിവസവും നാമം ചൊല്ലിയ നമ്മള് വിഷത്തെ ഹരിച്ചുകൊണ്ടിരുന്നത് ചെയ്തതാണ്. അതിനെ മാറ്റിയിട്ട് പർവ്വത്തിലാക്കി. പറഞ്ഞ മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ആക്കി. ആ വല്ലപ്പോഴും ആക്കിയതിനെ പോലും മുടക്കി ആരെ? ഈ കാളിയന്. അങ്ങനെയാണ് ഗരുഡൻ തോണ്ടി ഇങ്ങോട്ട് ഇടുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദിവസവും നമ്മുടെ ഒരു ശീലമായിരുന്നു നാമജപം. അത് നമ്മൾ മുടക്കി വല്ലപ്പോഴും ഒക്കെ ആക്കി. പറഞ്ഞ മനസ്സിലാക്കിയോ? അങ്ങനെ വല്ലപ്പോഴും ആക്കിയതിനും കൂടെ ഇല്ലായ്മ ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. ആശയം പിടികിട്ടിയോ? അപ്പൊ കാളിയമർദ്ദനം കഥ പിടികിട്ടിയോ? ആശയം പിടികിട്ടിയോ? ചെറുപ്പകാലത്തിൽ നമ്മൾ നാമമൊക്കെ ജപിച്ച്, നമ്മുടെ പിള്ളേരെ കൊണ്ട് നാമമൊക്കെ ജപിച്ച് ആ ഒരു അമൃതാത്മകത, ആ ഒരു കദംബ വൃക്ഷമാകുന്ന സംസ്കാരം അവരിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് ഈ യൗവന കാലത്ത് വഴിതെറ്റി പോകത്തില്ല. പറഞ്ഞ മനസ്സിലായോ? ഒരു ധർമ്മബോധം അവരുടെ ഉള്ളിലുണ്ടാകും. ഇനി നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കത്തില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നിങ്ങൾ നോക്ക്, ഇവിടെ ഈ ജയിലിനകത്ത് എത്ര ബ്രാഹ്മണര് കാണും? വിരലിൽ എണ്ണാവുന്നവരും എല്ലാം കാണത്തിൽ നിന്നുള്ളതല്ല. പക്ഷെ അത് വെച്ചല്ല കമ്പയർ ചെയ്യേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? എന്താ? അവർക്ക് വികാരവും വിചാരവും ഒന്നും ഇല്ലാത്ത കൊണ്ടാണ്. അവരുടെ ഉള്ളിലും വികാരവും വിചാരവും ഒക്കെ ഉണ്ട്. പക്ഷെ 8ാമത്തെ വയസ്സിൽ ഉപനയനം കഴിച്ച് 3 വർഷം ഗായത്രി ഉപാസിച്ച ഒരു സംസ്കാരമാകുന്ന കദംബ വൃക്ഷമുണ്ട് അവന്റെ തലയിൽ. പറഞ്ഞ മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? ഉപനയനം കഴിച്ച് ഗായത്രി ഉപാസിച്ച കദംബ വൃക്ഷം, ആ അമൃതമുണ്ട കദംബ വൃക്ഷം അവന്റെ തലയിലുള്ള കാരണം കൊണ്ട് യൗവനകാലത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന വിചാരങ്ങളാകുന്ന കാളിയൻ അവന്റെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ അതിനെ അവലംബമാക്കിക്കൊണ്ട് ധർമ്മബോധമാകുന്ന ഭഗവാൻ അവന്റെ ഉള്ളിൽ വരും. അതുകൊണ്ട് അവൻ കുറച്ചടങ്ങും. പറഞ്ഞ് മനസ്സിലായോ? ഇത് കൊടുക്കാതെ കണ്ട് അമ്പലം ദൂരെ കളഞ്ഞു വെച്ച് അത്രയേറെ കൂടെ കപ്പയിട്ട് കഴിഞ്ഞാല് അത്രയും പേർ കൂടെ തിന്നാമെന്ന് പഠിപ്പിച്ചവന്റെ മക്കളും കൊച്ചുമക്കളുമാണ് കഞ്ചാവ് കച്ചവടവും മയക്കുമരുന്ന് കച്ചവടവും നടത്തിയിട്ട് ജയിലിൽ കിടക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പറഞ്ഞ് മനസ്സിലായോ? ആശയം പിടികിട്ടിയോ? അപ്പൊ അതുകൊണ്ട് കാളിമർദ്ദനം പിടികിട്ടില്ലല്ലേ? അധികമായാൽ അമൃതം വിഷമാണ്. ഇപ്പം കാളിന്തിയെ പിടികിട്ടി മനസ്സാണ്, ഗരുഡൻ മന്ത്രമാണ്, സൗഭരി എന്ന് പറയുന്നത് സബലീകരിക്കാത്ത ആഗ്രഹങ്ങളാണ്. അല്ലേ? എല്ലാം പിടികിട്ടിയില്ലേ? അപ്പം എന്താ നമ്മൾ വേണ്ടുന്നത് എന്നാണ്? നമ്മുടെ ചെറുപ്പത്തിലെ നാമം ചൊല്ലിയ അത് വെറുതെ പാഴായി പോകത്തില്ല. പിള്ളേരെ കൊണ്ട് ചൊല്ലിച്ചാലും പാഴായി പോകത്തില്ല. യൗവനകാലത്തിൽ അവർക്ക് ഈ വിദ്യാഭ്യാസത്തിന്റെയും ഈ മറ്റുള്ള കാര്യങ്ങളെല്ലാം കൂടെ വന്ന് തള്ളുമ്പോൾ, സ്വാർത്ഥത അവരിൽ വന്ന് മുറുകുമ്പോൾ, ആ ഒരു സംസ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ വലിയ കാളിയനാകത്തില്ല. അല്ലെങ്കിൽ പറയും, എന്നാലും എൻ്റെ ഗോമതി നിന്റെ ചെറുക്കനെ കൊണ്ട് പൊറുതി മുട്ടിയല്ലോ ഈ നാട്ടുകാർക്ക് എന്ന് പറയേണ്ടി വരും. കേൾക്കുന്നുണ്ടോ? അത് പറയിപ്പിക്കരുതെന്നുണ്ടെങ്കിൽ പിള്ളേരെ ചെറുപ്പം മുതലേ നാമം ചൊല്ലിച്ച് ശീലിച്ചോളുക. കേൾക്കുന്നുണ്ടല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനിയും ഗരുഡൻ അമ്മയെ 2 കാര്യങ്ങളും ഞാൻ പറഞ്ഞു കേട്ടോ.
ഒന്ന്, തെളിഞ്ഞ സൂര്യപ്രകാശം ഗരുഡനം. അന്തരീക്ഷത്തിലെ വിഷാംശത്തെ ഇല്ലായ്മ ചെയ്യുന്നു. ഗരം ഉഠം ചെയ്യുന്നത് കൊണ്ട് ഗരുഡൻ. തെളിഞ്ഞ സൂര്യപ്രകാശം വരുമ്പോഴാണ് അന്തരീക്ഷത്തിലെ ആ വിഷാംശമെല്ലാം പോകുന്നത്. രാവിലത്തെ ചുവന്ന പ്രകാശത്തിനകത്ത് എന്തുണ്ട്? വിഷാംശമുണ്ട്. അത് കഴിഞ്ഞ് തെളിഞ്ഞ സൂര്യപ്രകാശം വരുമ്പോൾ അന്തരീക്ഷത്തിലെ ആ വിഷാംശം പോകുന്നു. അതുകൊണ്ട് ആ തെളിഞ്ഞ സൂര്യപ്രകാശം ഗരുഡനം. ഇതെല്ലാം കഥയിൽ കൂടെ നമ്മളോട് പറയുന്നതാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് പ്രാണൻ ശരിയായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോൾ വിഷം അടിഞ്ഞുകൂടും, രോഗമുണ്ടാകും. കേൾക്കുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ ശരീരത്തിനകത്തെ പ്രാണൻ ആരാണ്? ഗരം ഉഠം ചെയ്യുന്നതായ ഗരുഡനാണ്. അതുപോലെ നമ്മുടെ മനസ്സിനകത്തെ വിഷമാകുന്നതായ കാമക്രോധ ലോഭ മോഹമത മാത്സര്യാദികളാകുന്ന വിഷത്തെ ഉന്മൂലനം ചെയ്യാൻ മന്ത്രജപം, നാമജപം പറഞ്ഞാൽ മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് അതും എന്താണ്? ഗരുഡന. അങ്ങനെ ആധ്യാത്മികം, അതിഭൗതികം, അതിദൈവീകം, 3 ഗരുഡന. ഇനി മറന്നു പോകത്തില്ലല്ലോ. മറന്നു പോവോ ചേച്ചിമാര്? ഇപ്പം മറന്നു പോകത്തില്ല. ചോറുണ്ട് കഴിയുമ്പോൾ എന്തുമായിരിക്കും ദൈവത്തിനറിയാം. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ ലക്ഷ്മീനാരായണായേതി സർവം സമർപ്പയാമി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നതാണോ കാളിയമർദ്ദനം? ആണോ? കാളിയമർദ്ദനത്തിന്റെ യഥാർത്ഥ പൊരുൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്ന വല്ലതും ആണോ? കഥയെല്ലാം തിരിഞ്ഞത് കണ്ടോ അമ്മച്ചിമാരെ? കണ്ടോ? ഇതാണ് ഭാഗവതം. ഓം കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവ കരോമി യദ്യത് സകലം പരസ്മൈ ലക്ഷ്മീനാരായണായ